ഭയങ്കര ആക്റ്റീവ് ഭയങ്കര വീക്കാണ്. അപ്പൊ മനസ്സിലായില്ലേ ആരാ ജനുവനായിട്ട്. പക്ഷെ അവിടെ ഗെയിം കളിക്കുന്നതിനൊപ്പം തന്നെ പ്രേക്ഷകരുടെ ഇതും കൂടി കിട്ടണം. വോട്ട് അങ്ങനെ ഞാനൊക്കെ ചേട്ടനെ പോലെ കണ്ടില്ല. അതിലൂടെ പിള്ളേരുണ്ടല്ലേ. ബിഗ് ബോസ് സീസൺ 7ലേക്ക് ആദിലയും നോറയും എത്തുമ്പോൾ മലയാളികൾ എങ്ങനെയാവും ഇവരെ സ്വീകരിക്കുക എന്ന ചോദ്യം ഉയർന്നിരുന്നു. എന്നാൽ പ്രേക്ഷകരുടെ വലിയ സപ്പോർട്ട് നേടിയെടുത്താണ് രണ്ടുപേരും ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തെത്തിയത്. ബിഗ് ബോസിന് ശേഷം അനുമോളുടെ PR ആയ വിനുവിന് ആദില നൽകുന്ന കുറിക്കുകൊള്ളുന്ന ഒരു മറുപടിയുടെ വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുന്നത്. ഒരു പരിപാടിക്ക് ഇടയിൽ വിനു പറയുന്നത് ആദില ആക്ടിങ്ങിൽ മോശമാണ് എന്നാണ്. ഇതോടെ ആദിലയുടെ കൗണ്ടർ. ഇപ്പോൾ മനസ്സിലായില്ലേ ആരാണ് ജെനുവിനായിട്ട് നിന്നത് എന്ന്. ആദിലയുടെ കൗണ്ടറിന് സദസ്സിൽ നിന്ന് നിറഞ്ഞ കയ്യടിയും. പക്ഷേ അവിടെ ഗെയിം കളിക്കുന്നതിനൊപ്പം പ്രേക്ഷകരുടെ വോട്ടും കൂടി കിട്ടണം എന്നായി പിന്നെ വിനുവിൻ്റെ വാക്കുകൾ. ഇതിനും ആദില കൊടുത്ത മറുപടിയോടെ വിനുവിന് പിന്നെ പിടിച്ചു നിൽക്കാനാവാതെയായി. അതിന് ഞങ്ങൾക്ക് ഞങ്ങളുടെ പിള്ളേരുണ്ടെന്നാണ് ആദില സദസ്സിനെ ചൂണ്ടി പറഞ്ഞത്. ഒരു കാര്യവും ഇല്ലാതെ ആദിലയുടെ കയ്യിൽ നിന്ന് വിനു ചോദിച്ചു മേടിച്ചു എന്നാണ് വൈറലായ വീഡിയോയ്ക്കിടയിൽ വരുന്ന കമൻറ്റുകൾ. ആദിലയുടെ കൗണ്ടറുകൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാനാവാതെ ഇനി നീ മിണ്ടരുത് എന്ന് ഒരു പരിപാടിക്കിടയിൽ വിനു പറയുന്ന വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ എത്തിയിരുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 PR വിവാദം കത്തിനിന്നതോടെയാണ് അനുമോളുടെ PR ആയിരുന്ന വിനു വിശദീകരണങ്ങളുമായി രംഗത്തെത്തിയത്. PR വർക്കിനായി അനുമോൾ 16 ലക്ഷം രൂപയാണ് നൽകിയത് എന്നാണ് പ്രതികരണങ്ങൾ വന്നത്. എന്നാൽ അനുമോളും വിനുവും ഇത് നിഷേധിച്ചിരുന്നു. ആദിലയും നൂറയും ബിഗ് ബോസിൽ 6-7 സ്ഥാനങ്ങളിൽ നിന്ന് ഫിനിഷ് ചെയ്തത്. നൂറ ഫൈനൽ 5ലേക്ക് എത്തുമെന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു. എങ്കിലും അവസാന ആഴ്ചകളിലെ പ്രകടനത്തിൻ്റെ ബലത്തിൽ നെവിൻ അവസാന 5ലേക്ക് നൂറയെ മറികടന്നെത്തി. ബിഗ് ബോസിന് ശേഷം നടന്ന നൂറയുടെ ജന്മദിനവും ഇവർ ആഘോഷമാക്കിയിരുന്നു. ബിഗ് ബോസ് 7ാം സീസണിലെയും അതിനു മുൻപത്തെ സീസണിലെയും മത്സരാർത്ഥികൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. അതിനിടയിൽ ഫൈസൽ AKയുടെ ഗൃഹപ്രവേശന ചടങ്ങിൽ നൂറയും ആദിലയും എത്തിയത് സംബന്ധിച്ച വിവാദവും ഉയർന്നു. ഇരുവരെയും ക്ഷണിച്ചിരുന്നില്ലെന്നാണ് അദ്ദേഹം ആദ്യം സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത്. പിന്നാലെ ഇത് പിൻവലിക്കുകയും ചെയ്തു.